ഹായ് ഗെയ്സ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് ലോൺ തരുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അതേപോലെ വീഡിയോ അറിയാത്തവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ യൂട്യൂബ് ആദ്യമേ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നൽകുന്നതാണ്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ലോൺ തരുന്ന ആ ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ഏതാണെന്ന് നോക്കാം. അപ്പോൾ നേരെ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ഹായ് ഗെയ്സ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ലോൺ തരുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അതേപോലെ വീഡിയോ അറിയാത്തവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ യൂട്യൂബ് ആദ്യമേ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നൽകുന്നതാണ്. നമുക്ക് 5 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് അപ്രൂവ് ആയി ലഭിക്കുന്ന ഒരു അടിപൊളി ലോൺ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഞാനിവിടെ ഈ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഗെറ്റിൽ നോ ഇൻസ്റ്റൻറ്റ് ലോൺ ആപ്പ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഗെറ്റിൽ നോ ഇൻസ്റ്റൻറ്റ് ലോൺ ആപ്ലിക്കേഷൻ്റെ പേര് ആരും മറക്കരുത്. തികച്ചും RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. അതേപോലെ തന്നെ NBFC വഴിയാണ് നമുക്ക് ലോണുകൾ ലഭിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് 500 രൂപയിൽ തുടങ്ങി 50,000 രൂപ വരെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ലോൺ ലഭിക്കുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 4% നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് വരിക. അതേപോലെ 61 ദിവസം മുതൽ 120 ദിവസം വരെ കാലാവധിയാണ് നമുക്ക് ലോണിന് ലഭിക്കുക. അപ്പോൾ ഈ ലോൺ ആപ്ലിക്കേഷനിൽ നിന്ന് നമുക്ക് ലോൺ ലഭിക്കുവാനുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് സ്റ്റുഡൻസ് അല്ലെങ്കിൽ സാധാരണക്കാർക്ക് ഏതൊരാൾക്കും വളരെ ഈസി ആയിട്ട് ലോൺ തരുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. അതേപോലെ തന്നെ നമുക്ക് ഇതിൽ വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ആധാർ കാർഡ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ പാൻ കാർഡ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ 3 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഇത്രയാണ് നമുക്ക് ഇതിൽ വേണ്ടത്. അതേപോലെ തന്നെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ കൂടി നമുക്ക് ഇതിൽ ആവശ്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ വേണ്ടത്. അതേപോലെ തന്നെ നമുക്ക് ഇവരൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ലോണിൻ്റെ. അത് ഞാനൊന്ന് ഏകദേശം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ നമ്മൾ ഈ ലോൺ ആപ്ലിക്കേഷനിൽ നിന്ന് 2,000 രൂപ ലോൺ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ 4 മാസത്തെ കാലാവധിയിലാണ് നമ്മൾ ആ ലോൺ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 5% വരിക. പ്രോസസ്സിംഗ് ഫീ എന്ന് പറയുന്നത് 2,000 രൂപ ലോൺ എടുക്കുമ്പോൾ നമുക്ക് 200 രൂപ പ്രോസസ്സിംഗ് ഫീ ആയിട്ട് വരുന്നുണ്ട്. GST എന്ന് പറയുന്നത് നമുക്ക് 36 രൂപ വരുന്നുണ്ട്. ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 400 രൂപയാണ് വരിക. അതേപോലെ തന്നെ ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് 2,000 ടോട്ടലായിട്ട് നമ്മൾ റീപേയ്മെൻറ്റ് ചെയ്യേണ്ടി വരുന്നത് 2,400 രൂപയാണ് നമുക്ക് ഈ 4 മാസം കൊണ്ട് തിരിച്ചടയ്ക്കേണ്ടി വരുന്നത്. അപ്പോൾ വലിയ ഇൻട്രസ്റ്റ് റേറ്റും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഈ ഗെറ്റിൽ നോ ഇൻസ്റ്റൻറ്റ് ലോൺ ആപ്പ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് 2,000 രൂപയൊക്കെ നമുക്ക് 4 മാസത്തേക്ക് കിട്ടുമ്പോൾ നമുക്ക് അഡീഷണലായിട്ട് വരുന്നത് 400 രൂപയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സ്റ്റുഡൻസിനും അതേപോലെ തന്നെ ഏതൊരു സാധാരണക്കാരനും 500 രൂപയിൽ തുടങ്ങി 50,000 രൂപ വരെയൊക്കെ ഇൻസ്റ്റൻ്റായിട്ട് ലോൺ തരുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഇത്. അപ്പോൾ ഇതാണ് ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നതും. ഇവരുടെ കസ്റ്റമർ കെയർ നമ്പർ അതേപോലെ ഇവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള എല്ലാം ഇതിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അത്യാവശ്യം റിവ്യൂസും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഈ ഗെറ്റിൽ നോ ഇൻസ്റ്റൻറ്റ് ലോൺ ആപ്പ് എന്നുള്ളത്. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, ലോണിന് ആവശ്യമുള്ളവർ മാത്രം ട്രൈ ചെയ്യുക. ഇതിൽ നിന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഡോക്യുമെൻറ്റ്സ് ഒന്നും കൊടുക്കാതെയാണ് ലോൺ ലഭിക്കുന്നത്. പക്ഷേ നമുക്ക് ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു ലോൺ എടുത്തിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാൻ വൈകുകയോ EMI തെറ്റിപ്പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളുടെ സിബിൽ സ്കോർ ഉള്ളവരാണെങ്കിൽ സിബിൽ സ്കോറിനെയൊക്കെ വളരെയധികം ബാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ കാര്യം ഓർത്ത് വെക്കുക. അതിനുശേഷം മാത്രം ലോൺ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഒരിക്കലും ഈ ലോൺ ആപ്ലിക്കേഷനുകളെ എന്നല്ല, മൊത്തത്തിൽ ഞാൻ ലോൺ എടുക്കുന്ന ഒരു പ്രവണതയോട് എനിക്ക് വലിയ യോജിപ്പ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം, എന്തെങ്കിലും അത്യാവശ്യങ്ങൾ വന്നാൽ മാത്രം ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്യുക. അത് നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രം ചെയ്യുക. മറ്റൊരാൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ചെയ്യിച്ചിട്ടോ ആകരുത്. അപ്പോൾ ഇന്നത്തെ ഈ ആപ്ലിക്കേഷൻ എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ജയ് ഹിന്ദ്.